ചാനൽ അംജിയജു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാല് നമ്മളെല്ലാവരും സത്യം പറഞ്ഞാൽ പെട്ടിരിക്കണാണ്. കാരണം അപ്പൂന്റെ കസിൻസ് എല്ലാവരുമായിട്ട് അപ്പൂന്റെ കസിൻസ് അല്ല, എന്റെയും കൂടെ കസിൻസ് ആണ്. അപ്പൂന്റെ കസിൻസ് ആണെന്ന് പറഞ്ഞാലല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ. അവരെല്ലാവരുമായിട്ട് ഇഫ്താർ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായി ഫാൽക്കൺ ബീച്ചിൽ വെച്ചിട്ട്, നമ്മുടെ ഇവിടെ അടുത്തുള്ള ബീച്ച് വെച്ചിട്ട്. അപ്പൊ അത് ഫുള്ള് ഫ്ലോപ്പായി. അതിന് ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പില് കുറച്ച് ദിവസമായിട്ട് ഫുള്ള് വോയിസ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഒരു 4:30 വരെ നല്ല വെയിലായിരുന്നു. 4:30 കഴിഞ്ഞ 5 മണിയായപ്പോ തന്നെ ഫുള്ള് മഴയായിരുന്നു. അങ്ങനെ അത് ജസ്റ്റ് നൈസായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ വെച്ച ഇഫ്താറാണ്, കസിൻസ് ഒരു ഇഫ്താർ വെച്ചതാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ പുറത്തുനിന്നൊക്കെ സ്നാക്സ് ഒക്കെ മേടിക്കാന്നാ വിചാരിച്ചത്. അപ്പൊ താത്തമാരെല്ലാരും പറഞ്ഞ് ഓരോരുത്തർ ഓരോന്ന് വീട്ടിൽ നിന്ന് ഓരോരോ സ്നാക്സ് ഒക്കെ ഉണ്ടായിക്കൊണ്ടുവരുമ്പോ വേറൊരു വൈബാണല്ലോ. അപ്പൊ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായി. ഞാനപ്പൊ കായ്പോളി സമൂസയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ സമൂസ ഉണ്ടാക്കാന്ന് വിചാരിച്ച്. 20 സമൂസ 20 പേരുടെ പാർട്ടിയാണ്. അപ്പൊ ഓരോന്ന് മതിയല്ല സ്നാക്സ് ഒക്കെ. അപ്പൊ അപ്പു പറഞ്ഞ് സമൂസ ലീഫും ചിക്കനും അതൊക്കെ മേടിക്കണേന് നല്ലത് 20 സമൂസ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചാല് അത്രയും ചുരുങ്ങി കിട്ടുമല്ല. അപ്പൊ ഞാൻ കായ്പോളയൊക്കെ വീട്ടിൽ വന്ന് സെറ്റ് ആക്കിട്ട് അപ്പൊ അവരെല്ലാരും ഇങ്ങോട്ട് വരാനിരിക്കണായിരുന്നു. ഇപ്പൊ എന്തായാലും ഫ്ലോപ്പ് ആയത് കാരണം എല്ലാരും സ്നാക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞ കാരണം ഇപ്പൊ അപ്പൂന്റെ സ്വന്തം ഇത്താതിന്റെ വീട്ടിലോട്ട് പാർട്ടി മാറ്റിയേക്കണാണ്. അപ്പൊ ഇനി ബേബീനെ അപ്പു ഡേക്കറിന്ന് വിളിച്ചിട്ട് 3 പേരും കൂടി ഞാൻ അങ്ങോട്ട് പോകണം. അവിടെ എല്ലാരും സെറ്റാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഞാൻ കായ്പോളയൊക്കെ ഉണ്ടാക്കി ഉമ്മയ്ക്കും ഒരെണ്ണം ഉണ്ടാക്കിയിട്ട്, ഉമ്മയ്ക്കും നോമ്പാണ്. അപ്പൊ ഉമ്മയ്ക്കും ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പൊ ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫുള്ള് വെറുത്തിരിക്കുന്നതാണ്. ആദ്യം പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്കിപ്പോ അങ്ങോട്ട് പോവാം. ഇപ്പൂനായിട്ടാണ് ഇപ്പൊ അങ്ങോട്ട് പോണത്. അത് കാണിച്ചു തരാം. ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും നല്ല എന്താ പറയണ മഴക്കാറുണ്ടെന്നല്ല. ഇപ്പൊ ഷോപ്പിലോട്ട് പോണാണ് ഇപ്പൂനായിട്ട്. എല്ലാം ഭയങ്കര ഹറിബറി ആയിപ്പോയി ഗൈസ്. പിന്നെ അവിടെ ചെന്നിട്ട് ബേബിനെ ഡ്രസ്സ് മാറ്റണം, അപ്പൂനെ ഡ്രസ്സ് മാറ്റിട്ട് നമുക്ക് നേരെ കൊച്ചിയിലോട്ട് പോവാം. ഇപ്പോഴും മഴ പൊടിക്കണുണ്ടാ. നമ്മുടെ പ്രകൃതി ഭംഗിയായ നാടും ലൈറ്റ് ഹൗസ് ഉണ്ടോ, നല്ല മഴക്കാറുണ്ട്. പിന്നെ മഴക്കാറുണ്ട് ഇപ്പറത്തെ. നൈസ് വ്യൂ അല്ലേ. മഴക്കാറുണ്ട്, സൂര്യന് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇന്നൊന്ന് ബീച്ചിൽ പറ്റൂല. കാരണം ചെളിയും കാര്യങ്ങളൊക്കെ അടുക്കും ഭയങ്കര മെസ്സായി കിടക്കണം എനിക്ക് ഇവിടെയൊക്കെ. അവിടുന്ന് നൈസ് വ്യൂ ആയിരുന്നല്ലേ. അത് കിട്ടി. നമുക്കപ്പ നേരെ അങ്ങോട്ട് പോവാം. ഇതേപ്പത്തേക്ക് ബേബിനെ ഡേക്കറിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഐസൊക്കെ മേടിച്ച് ജ്യൂസൊക്കെ ഫുള്ള് സെറ്റ് ആക്കിട്ടാണ് അല്ലേ. ഫ്ലോർ മാറ്റൊക്കെ എല്ലാം വാഷ് ചെയ്യാൻ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് മഴ ചതിച്ചു. ഇവിടെ ഫുള്ള് തിരക്കാം. പോവാലങ്ങോട്ട് ഗൈസ്. അങ്ങനെ ബേബിനെ ഫുള്ള് റെഡി ആക്കിട്ടാ. ബേബിയുടെ പുതിയ ഔട്ട്ഫിറ്റ് ആണിത്. ഓവർ സൈസ് ഷർട്ട് നല്ല എടുത്തേണ്ടു. അപ്പൊ ഇന്നലെ ഇട്ടുകൊടുത്ത്. എന്റെ പിന്നെ ബേബിനെ പ്രഗ്നന്റ് ആയിരിക്കണ സമയത്ത് മേടിച്ചതാണ്. പിന്നെ ഞാൻ ഇട്ടില്ല. പിന്നെ കുറെ നാളാകെ 1-2 വട്ടം ഇട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നിടാന്ന്. അപ്പൊ അങ്ങോട്ട് പോകണല്ലോ റുവാമ്പ. അപ്പു കട ക്ലോസ് ചെയ്യണം, പുറത്തുണ്ടാവും ക്ലോസ് ചെയ്യണം. അങ്ങനെ അപ്പു റെഡി ആയിട്ടാ. അപ്പുവിന്റെ പുതിയ ഷർട്ടാണ്. മാച്ച് ആണല്ല, ഗ്രീനും വൈറ്റും. എന്താണ് ഒന്ന് മടക്കി കൊടുക്ക്. ഇതിനിവിടെ കിടന്ന് മെൽറ്റ് ആയിക്കോളൂ അല്ലേ. കണ്ടോ ഇത്ര ഐസ് മേടിച്ചു കാരണം ആ നോമ്പോറയുടെ ടൈമില് വെള്ളം ഐസ് പോവണ്ടാന്ന് വിചാരിച്ചിട്ട്. ബാ പോവാം നമുക്ക്. ഇപ്പൊക്കെ എന്താ പറയാനുള്ളത്? നോമ്പുണ്ടോ തനിക്ക്? ഫുള്ള് ഉറക്കോന്നാമോ വേണ്ട തന്നെ അറിയാം. നീ എന്താക്കിയെന്നാണ് നീ മിച്ചുവാ സച്ചുവാ അഞ്ചുണ്ടാ ഫ്രൂട്ട്സ്
അത് പപ്പായ പറഞ്ഞിട്ട് പപ്പായ ഇല്ല. ഉണ്ട് ആവശ്യം അത് മുഴുവൻ തിന്നോട്ടോ ഫ്രൂട്ട്സ്. പരിപ്പോള നസ്രി എവിടെ? നസ്രി നസ്രി പരിപ്പോള സമൂസ ഉണ്ടാക്കിയ സമൂസ മേടിച്ചേണ് ഞാൻ കൊടുത്തുട്ട്. ചിക്കനൊക്കെ കാണിക്കണം. ഒന്നാലോചിച്ച് നോക്ക്, കട്ട്ലേറ്റ് ഇല്ല ഇല്ലാന്ന് കട്ട്ലേറ്റ് മാത്രം തീർന്നിട്ടുള്ളൂ. വേറെ ഒരു അച്ചാളുടെ സാധനം അനങ്ങിയിട്ടില്ല. ആശിക്കേ 10 കട്ട്ലറ്റ് കൊണ്ട് വന്നിട്ട് ഉന്നക്കായ ഉണ്ടാക്കി. ഉന്നക്കായ ടേസ്റ്റ് ഗൈസ്, നോമ്പൊക്കെ തുറന്നിട്ട് നമ്മ കസിൻസ് എല്ലാരും കൂടെ എങ്ങോട്ടാണ് നമ്മ പിന്നെയും കുമ്പളങ്ങിക്ക് അവര് കാണാൻ വേണ്ടി പോണല്ലേ. അവർക്ക് അവരെല്ലാരും കൂടെ അവിടെ പോവാന്ന് പറഞ്ഞു. ഇവിടെ വരാനുണ്ട് ബാക്കിൽ. നമ്മ റൂബ ബേബി ഉറങ്ങി അല്ലേ? റൂബ ബേബിനെ അപ്പൊ നമ്മ അവരുടെ കയ്യിലോട്ട് കൊടുത്ത് അളിയൻ കാർ എടുത്തിട്ടുണ്ട്. നമ്മ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ 2-3 പിള്ളേരുണ്ട്. ഇവരെത്താലേ നമ്മ കുറച്ച് സ്പീഡ് ഞാൻ എടുത്തത് റൂബ ബേബിനെ അവിടെ കൊടുത്താറ്. ചക്കര എന്താ പറയാനുള്ളത്? ബീച്ചിലൊന്നും പറ. എന്താണ് എക്സ്പീരിയൻസ്? ഫുഡൊക്കെ പറഞ്ഞില്ലേ? എന്തൊക്കെയാ പറഞ്ഞ? ഫ്രൈഡ് റൈസ്, പൊറോട്ട, ചിക്കൻ വെന്താലും പിന്നെന്താ ചില്ലി ചിക്കനാ. വെയിറ്റിംഗിലാണ് നമ്മ. പ്ലേറ്റ് ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എവിടെ എന്താണ്? ഫ്രൈഡ് റൈസ് 4 ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അതെന്താ പൊറോട്ട സെർവ് ചെയ്യാൻ നിക്കണേണോ? ഇതെന്താടാ? എടാ ഇതെന്താ? ബിന്ദാലും ബീഫ് ബിന്ദാലും. ബീഫല്ല ചിക്കൻ എന്തായാലും കറിക്ക് ഷോർട്ടുണ്ട് തികയില്ല അല്ലേ? അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിച്ചു. നിങ്ങളെല്ലാരും ഞാൻ കഴിച്ചോണ്ട് പുറത്തിരിക്കാം. നിങ്ങളെല്ലാരും പറഞ്ഞ് മനസ്സിലാക്കി. ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഓരോരുത്തരും ഓരോരോ സൈഡിലാണ്. നിസു, മനു, ചക്രദാത ഇവിടെ പോയിക്കാനല്ലേ പുറത്ത്. അപ്പൊ ഇവിടെ തരി തരണം. അളിയൻ വന്നില്ലേ? കാറ് കൊടുക്കാൻ. എവിടെ റുവാപ്പി? റുവാപ്പി തരിമാന് മുന്നേ കയറുന്നില്ലേ? അവിടെ നിന്ന് ആൻറ്റി ഉണ്ടാക്കിട്ട് ഇപ്പൊ വന്ന വഴിക്ക് നമ്മ പോയി വിളിച്ചിട്ടതാണ്. ജസ്റ്റ് കുടിക്കാനുള്ളേ സ്പേസ് ഇല്ല വേറെ. എനിക്കത് പിന്നെ അത്ര ഇഷ്ടമല്ല തരി. കുടിച്ചില്ലേ? തരി കുടിച്ചില്ലേ? ഇഷ്ടമുള്ള ആളാണല്ലോ. ഇനിയിപ്പോ നമ്മ അതേണ്ട അങ്ങോട്ട് പോവും. എല്ലാം ഹറിബറിയാർന്ന്. എങ്ങനെണ്ടായി പോയത്? അടിപൊളിയാ. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായി? ആവറേജാ? കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഫ്രൈഡ് റൈസും ഇതൊക്കെ
കുഴപ്പമില്ലായിരുന്നു, ചില്ലി ചിക്കൻ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പീസില്ലാന്നുള്ളൂ കേട്ടോ. ആകെ ഗ്രേവി മാത്രം ഉണ്ടാവുള്ളൂ ചില്ലി ചിക്കന്റെ പേര്. പീസിന് എണ്ണൊക്കെ ഇച്ചാമ്പു ഹലോ പറഞ്ഞ ഹലോ. അവിടെ മറ്റേ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായി. പെർ ഹെഡിന് 300 വെച്ചിട്ടല്ലേ. സോ നമ്മള് കേറില്ല. പെർ ഹെഡിന് 300. ഗൈസ്, നമ്മ അങ്ങനെ ഇത്താതന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഇവിടെ നമ്മ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഇവിടെ ആക്കാൻ വേണ്ടി നമ്മ വന്നതാണ്. അപ്പൊ നമ്മ അംബേദ്കർ കൂൾബാർ ചുള്ളിക്കല് നമ്മ എപ്പോഴും ജ്യൂസ് വാങ്ങിയ ഷോപ്പ്. ഭയങ്കര ദാഹമായിട്ട് നമ്മ അവിടെ കേറി. അങ്ങനെ ഉണ്ടാ അപ്പുക്കാക്ക് ഇവിടെ കാണിച്ചില്ല. എന്തിനാണ് നീ നല്ലിരുത്തം ഇരിക്കണ തിരക്കാണ്. അപ്പൊ നമ്മ ഉള്ളിലിരിക്കാൻ സീറ്റിംഗ് ഇല്ല. അപ്പൊ നമ്മ പുറത്തുനിന്ന് കുടിക്കും. അല്ല ഇപ്പൊ കുടിക്കാനാ. അങ്ങനെ അവളെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മ നേരെ വീട്ടിലോട്ട് വന്നിട്ടാ. എന്താണ് ഒച്ചമകളും റൂബ ബേബിക്ക് ഫുഡ് കൊടുക്കണം. ടൈം ഒരു 11:30 മണിയായി. ബേക്കറി വന്നിട്ട് പിന്നെ റൂബ ബേബി അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് കഴിച്ച്, കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെ ആയിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കുറച്ച് മെല്ലൻ പിന്നെ വേറെ എന്തൊക്കെ കഴിച്ച്. അവക്ക് പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടിപൊളിയായിരുന്നു കസിൻസ് എല്ലാരും ഇങ്ങനെ കൂടിയപ്പോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.